വലിയ കഷ്ണങ്ങളായി മുറിച്ച് വാങ്ങിയ 1 കിലോ ബീഫാണത്. അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കരുത്. ശേഷം നമ്മൾ അതിലേക്കുള്ള ചേരുവകളാണ് 4 സവാള, 10 ഉള്ളി, 10 വെളുത്തുള്ളി, 10 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 പച്ചമുളക്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ട് ചാപ്സിൻ്റെ രൂപത്തിൽ നല്ല ഷേപ്പിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ശേഷം പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ തന്നെ വേണേ, അതിലേക്ക് കടുക് പൊട്ടിച്ച് സവാള അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉള്ളി ചേർക്കുക. ഉള്ളി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മുടെ പച്ചമുളക് ഒരു 4 എണ്ണം ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് കൂടി ചേർക്കണം. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മുടെ ഒരു തേങ്ങയുടെ 2ാം പാല് ഒഴിക്കുക. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളമുണ്ട്, ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ബീഫ് ചാപ്സ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് പിന്നെ ബീഫ് വേവിച്ചപ്പോൾ ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് ഇനി നമ്മൾ തീ കംപ്ലീറ്റ് കുറച്ചിട്ട് 1ാം പാൽ ഒഴിക്കും. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം യാതൊരു കാരണവശാലും തിളപ്പിക്കാൻ പാടില്ല. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go and move dumb. Back and forth, push and shove. Make your peace and love to be. അപ്പൊ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തീ അടച്ചതിന് ശേഷം 1ാം പാൽ ഒഴിക്കുക. അപ്പൊ നമ്മുടെ സൈദാവൻ സ്റ്റോറീസിന്റെ ചാനല് നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ അടിപൊളി ബീഫ് ചാപ്സ് ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബീഫ് ചാപ്സ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ബീഫ് ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ബീഫ് വെക്കുമ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ബൈ ബൈ ഫ്രം സൈദാവൻ സ്റ്റോറീസ്.